ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വർഷത്തെ ക്രിസ്മസ് വിപണി നമ്മുടെ ബ്രോഡ്വേയിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കിയാലോ. കഴിഞ്ഞ വർഷവും നമ്മൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഈ വർഷത്തെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് ഞങ്ങളവിടെ പോയത്. ഇത് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ക്രിസ്മസ് വിപണിയെല്ലാം ഓണാണ്. ഭയങ്കര ക്രിസ്മസ് വൈബാണ് എല്ലായിടത്തും. സൈക്കിളിൽ കൊണ്ട് നടന്നും ഉന്തുവണ്ടിയിലും കയ്യിൽ പിടിച്ചിട്ടും എല്ലാം വിൽക്കുന്നുണ്ട് ഓരോ സാധനങ്ങൾ. ഉണ്ണീശോയും ഔസപിതാവും മാലാഖമാരെല്ലാം പല കളറിൽ റെഡിയാണ്. നിരവധി നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ നടന്ന് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് മാർക്കറ്റ്, അതായത് മേത്തർ ബസാറിലേക്ക് എത്തി. ഇത് കണ്ടോ, മേത്തർ ബസാർ എന്ന് എഴുതിയിട്ടുണ്ട്, ബ്രോഡ്വേ ലൈൻ. ഇതിൻ്റെ ഈ ഒരു ചെറിയ ലൈനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇനി കിട്ടാനൊന്നുമില്ല, മാക്സിമം ഇവിടെ കിട്ടും. ക്രിസ്മസിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പല തരത്തിലുള്ള തൊപ്പി കണ്ടോ, വെറൈറ്റി തൊപ്പികളാണ് ഇപ്രാവശ്യം. വെറൈറ്റി ഗ്ലാസ്സുകൾ, ബലൂണ്, പല കളറിലുള്ള ലൈറ്റുകളുടെ ഒരു മായ പ്രപഞ്ചം തന്നെയുണ്ട്. പുഷ്പ ലൈറ്റ്, നമ്മുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫിലിമായ പുഷ്പ, അതിൻ്റെ പേരുള്ള ലൈറ്റ് വരെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞ വർഷം മുതലുള്ള ട്രെൻഡാണ് ഈ മഞ്ഞ് മൂടിയ ടൈപ്പിലുള്ള ക്രിസ്മസ് ട്രീകൾ. ഒരുപാടുണ്ട്, പല സൈസിലും പല കളറിലും പല ടൈപ്പിലുമുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. ഈ കടകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് ഏതാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള സംശയമാണ്. കണ്ട് ചെറുതും വലുതുമായ ഒരുപാട് ക്രിസ്മസ് ട്രീകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. നമ്മുടെ അതിൻ്റെ സ്ട്രക്ചറെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ ഓൺ ഷോപ്പ് മാത്രമല്ല, ഇപ്പം പെട്ടെന്ന് പൊട്ടിയൊതിച്ച ഷോപ്പുകൾ നിരവധി ഉണ്ട്. പല വെറൈറ്റിയിലുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കാത്ത ക്രിസ്മസ് ട്രീ ആണ് ഈ ചേട്ടൻ കാണിച്ചു തരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഈ വർഷത്തെ പുതുമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ ഇളകുന്ന ക്രിസ്മസ് ട്രീ, അതെവിടെയെങ്കിലും ഹാങ് ചെയ്തിടാവുന്നതാണ്, പറ്റിയതാണ്. എന്തായാലും നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതുകൂടാതെ പല ടൈപ്പുള്ള സാന്റാക്ലോസുകൾ ഇങ്ങനെ നിൽക്കുന്നതും സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തരുന്നതും വള്ളിയിൽ തൂങ്ങിയിറങ്ങുന്നതും, അങ്ങനെ ഒരുപാട് സാന്താക്ലോസുകളുടെ പ്രതിമയുണ്ട്, ചെറിയ രീതിയിൽ മുതൽ വലുത് വരെ. ഇതൊരു വലിയ ക്രിസ്മസിൻ്റെ സ്റ്റാർസിൻ്റെ ഷോപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുകൂടാതെ പ്രീമിയർ എന്നൊരു ഷോപ്പ് കണ്ടോ, ഒരുപാട് ക്രിസ്മസ് റീത്തുകളും ഡെക്കോർ ഐറ്റംസുമാണ് അവിടെയുള്ളത്. സാന്താക്ലോസും ഉണ്ട്, ഉണ്ണീശോയും മാതാവും എല്ലാം ഉണ്ട്. ഒരു ക്രിബിന് എന്തൊക്കെ സാധനങ്ങൾ വേണം അതെല്ലാം ആ ഷോപ്പിലുണ്ട്. പിന്നെ അടുത്ത് വേറൊരു ഷോപ്പാണ്. ഇവിടെയും പുതിയ വൈറ്റ് കളറിലെ റീത്തുകളും ക്രിസ്മസ് സാന്റാക്ലോസുകളും കണ്ടോ. സാന്റാക്ലോസിൻ്റെ സോഫ്റ്റ് ടോയ് ആണിത്. അത് മാത്രമുള്ളൊരു ഷോപ്പാണ്. സോഫ്റ്റ് ടോയും സാന്താക്ലോസിൻ്റെ ഡ്രസ്സുകളും എല്ലാം ഇവിടെ കിട്ടും. ഇത് ഈ വർഷത്തെ പുതിയ വെറൈറ്റിയാണ്, ലൈറ്റ് പിങ്ക് കളർ ക്രിസ്മസ് ട്രീ. ഇതുകൂടാതെ ലൈറ്റ് ബ്ലൂ കളർ ക്രിസ്മസ് ട്രീ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. തൊട്ട് ബാക്കിൽ ഒരുപാട് പുൽക്കൂടിൻ്റെ ഐറ്റംസ്, പുൽക്കൂട് റെഡിമെയ്ഡായിട്ട് വരെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ എല്ലാ കടയിലും ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം വിൽക്കാതിരിക്കില്ല. അവിടെ നിലവിലുണ്ടായിരുന്ന ഷോപ്പും ഇപ്പോൾ പുതിയതായിട്ട് ചെറിയ ചെറിയ ഷോപ്പ് വരുമല്ലോ, എല്ലാ കടയിലും ക്രിസ്മസ് ഐറ്റംസ് ഉണ്ട്. പുതിയ രീതിയിൽ ഇപ്പോൾ എല്ലാം റീത്തുകളാണ്, ക്രിസ്മസ് റീത്തുകളാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ള, പല കളറിലും പല മെറ്റീരിയലിലുള്ള റീത്ത്. രാത്രിയാവുന്തോറും ഭയങ്കര വൈബാണ് അവിടെ കാണാനായിട്ട്. കണ്ടോ, ഓരോ കടയിലും എന്താണ് വെറൈറ്റി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് വീണ്ടും പിങ്ക് കളറിലുള്ള ഒരു ക്രിസ്മസ് ട്രീ വന്നു. ശിവഗംഗയ്ക്ക് ഈ ക്രിസ്മസ് ട്രീ വളരെ ഇഷ്ടമായി, വാങ്ങിക്കാൻ വേണ്ടി കുറച്ചൊക്കെ അന്വേഷിച്ചു. പിന്നെ ഇത് വൈറ്റ് കളറുള്ള ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ഫാദറിൻ്റെ മുഖംമൂടി വിത്ത് വെള്ളത്താടി, അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ വീണ്ടും ക്രിസ്മസ് പുൽക്കൂടിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്. സന്ധ്യ ആയപ്പോഴേക്കും ആൾക്കാരുടെ തിരക്ക് കണ്ടോ. ശരിക്കും ഈ ക്യാമറ എടുക്കാൻ ഭയങ്കര പാടാണ്, നമ്മൾ പൊക്കി പിടിച്ച് ഷൂട്ട് ചെയ്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ കടയിൽ ഒരുപാട് റെയിൻഡിയറും സ്റ്റാർസും പിന്നെ ബെൽസിൻ്റെയൊക്കെ ലൈറ്റാണ് നമ്മളിപ്പോൾ കണ്ട ഷോപ്പിലുള്ളത്. വീണ്ടും അടുത്ത ഷോപ്പിലേക്ക് പോയാൽ പിങ്ക് കളർ സ്റ്റാർ, ഇപ്പോൾ പേപ്പർ സ്റ്റാറിനേക്കാൾ കൂടുതലായിട്ട് ഇതുപോലെ ഇലക്ട്രിക് സ്റ്റാർസാണ് കൂടുതൽ. കാരണം അത് അടുത്ത വർഷത്തേക്കാണെങ്കിലും നന്നായിട്ട് ഇരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, ഓരോ വർഷം ഓരോ ട്രെൻഡ് ഇറങ്ങുകയാണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇങ്ങനെ ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടോയ് അല്ല, ഇതുപോലെ സ്റ്റാച്ചു പല ഷേപ്പിലുണ്ട്. അത് നല്ല രസമാണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. സാന്റാക്ലോസിൻ്റെ സ്റ്റാച്ചു മാത്രമല്ല, ഈ സമ്മാനങ്ങളൊക്കെ നോർത്ത് പോളിൽ ഉണ്ടാക്കുന്ന എൽഫ്സാണ്. എൽഫ്സിൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. ഇതുകൂടാതെ റെയിൻഡിയർ സ്റ്റാച്ചു ഉണ്ട്, റെയിൻഡിയേഴ്സ് വലിക്കുന്ന സ്ലേ ഉണ്ട്. നമ്മുടെ സാന്റാക്ലോസ് സ്ലേയിലാണ് നോർത്ത് പോളിൽ നിന്നും ഗിഫ്റ്റ് എല്ലാം തരാൻ വരുന്നത്. അതുകൊണ്ട് എന്ത് രസമുള്ള ടോയ്സാണ്. ഞങ്ങൾ പോയത് സെക്കൻഡ് സാറ്റർഡേ ഈവനിങ് ആണ്. അതുകൊണ്ടാണോ എന്നറിയില്ല ഇത്ര തിരക്ക്. സമയം കൂടുന്തോറും, സന്ധ്യ ആവുന്തോറും ഇങ്ങനെ തിരക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളൊരു 3 മണിക്ക് അവിടെ എത്തി. ഇതൊരു 5 മണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങൾ മേത്തർ ബസാറിൻ്റെ അങ്ങ് അറ്റം വരെ പോയി തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് നടന്നു പോകുന്നു, അത്രയും തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മേത്തർ ബസാറിനോട് ബൈ ബൈ പറഞ്ഞ് മെയിൻ റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ചേട്ടനിവിടെ ക്രിസ്മസ്
റീത്തുകൾ വിൽക്കുകയാണ്. ചെറുത് മുതൽ വലിയ റീത്ത് വരെയുണ്ട്. തൊട്ടപ്പുറത്ത് ഉന്തുവണ്ടിയിൽ ക്രിസ്മസ് ഫാദറിൻ്റെ ഡ്രസ്സുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫ് കൊണ്ടുള്ള റീത്ത്, ഒറിജിനലാണത്. മരത്തിൽ നമ്മുടെ ഏഞ്ചലിനെ കൊത്തിയിരിക്കുകയാണ്. ഇതെല്ലാം നല്ല വെറൈറ്റിയാണ്. ഒരുപാട് പുൽക്കൂടുകൾ ഇതിൻ്റെ പുറകിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ച ക്രിസ്മസ് ട്രീകളിൽ ഒരെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ ഏത് ക്രിസ്മസ് ട്രീ ആയിരിക്കും ഞാൻ വാങ്ങിച്ചതെന്നൊന്ന് ഗസ് ചെയ്ത് പറയാമോ? അതെൻ്റെ ഒരു വിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഏത് ക്രിസ്മസ് ട്രീ ആയിരിക്കും ഞാൻ വാങ്ങിച്ചതെന്ന്. അങ്ങനെ ഞങ്ങളൊരു 6 മണിയായപ്പോൾ നമ്മുടെ ഈ മാരുതി വിലാസ് എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ സെയിം റെസ്റ്റോറൻറ്റാണ് കഴിഞ്ഞ വർഷവും കഴിച്ചത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ 6 മണിയോടുകൂടി അവിടെ നിന്ന് പോരുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ബേത്തർ ബസാർ ഷോപ്പിംഗ് വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ട്. താങ്ക് യു, ബൈ.